വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടും ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായും ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൊന്നോണത്തോട്ടം ജൈവകൃഷിക്ക് തുടക്കമായി. നഗരസഭ ഓഫീസിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ MLA H. സലാം പൊന്നോണത്തോട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടും ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായും ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം ജൈവകൃഷിക്ക് തുടക്കമായി. നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്ത് ആരംഭിച്ച പച്ചക്കറി ബന്ദിപ്പൂ കൃഷി അമ്പലപ്പുഴ MLA H. സലാം തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഗവൺമെന്റും തദ്ദേശഭരണ സ്ഥാപനങ്ങളും നമ്മുടെ സമൂഹമാകെ നന്നായി പരിശ്രമിച്ചാൽ മലയാളിക്ക് ആവശ്യമായ പച്ചക്കറി പൂർണ്ണമായി നമുക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിശ്ചയമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിലേക്ക് പൂർണ്ണമായ ഒരു സമൂഹത്തിന്റെ ആകെ ഒരു മനസ്സ് അതിലേക്ക് എത്തിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭ ആവിഷ്കരിക്കപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി ഒരു നല്ല താല്പര്യം നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെയും മനസ്സിൽ കൃഷിക്ക് അനുകൂലമായൊരു താല്പര്യം ജനിപ്പിക്കാനും കുറെ അധികം പേരെ പുതിയതായി കൃഷിയിലേക്ക് ആകർഷിക്കാനും കഴിയുന്ന പദ്ധതികൾ മിക്കവാറും എല്ലാ വർഷങ്ങളിലും ആലപ്പുഴ നഗരസഭ ചെയ്തു പോരുകയാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വർഷവും ആലപ്പുഴ നഗരസഭ ഈ കൃഷിയുടെ ഭാഗമായി പദ്ധതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും പൊതുസമൂഹവും ഒന്നായി പരിശ്രമിച്ചാൽ മലയാളിക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും എന്നാൽ അതിലേക്ക് നമ്മുടെ മനസ്സ് പൂർണ്ണമായും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണെന്നും H. സലാം MLA ചൂണ്ടിക്കാട്ടി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, AS കവിത, MR പ്രേം, കൗൺസിലർമാരായ സൗമ്യരാജ്, G. ശ്രീലേഖ, സലീം മുല്ലാത്ത്, R. രമേശ്, B. നസീർ, മനീഷ സജിൻ, ക്ലാരമ്മ പീറ്റർ, P. റഹിയാനത്ത്, ഗോപിക വിജയപ്രസാദ്, പ്രഭാ ശശികുമാർ, കൊച്ചുത്രേസ്യമ്മ ജോസഫ്, കൃഷി ഓഫീസർ സീതാരാമൻ, ശുഭകേശൻ, CDS ചെയർപേഴ്സൺ സോഫിയ അഗസ്റ്റിൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരമാലിന്യം സംസ്കരിച്ച് ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് മൾച്ചിങ്ങും ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ് ഇവിടെ കൃഷി നടത്തുന്നത്. ഓണപ്പൂക്കളത്തിനായി മറുനാടിനെ ആശ്രയിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറ്റം വരേണ്ടതിനായുള്ള പരിശ്രമത്തിലാണ് ആലപ്പുഴ നഗരസഭ ഇപ്പോൾ. മാത്രമല്ല കാഴ്ചക്കാർക്കും കൃഷിയോട് താല്പര്യമുള്ളവർക്കും നവ്യാനുഭവം പകരത്തക്ക രീതിയിൽ കൃഷിയിടത്തിൽ സെൽഫി പോയിന്റോട് കൂടിയാണ് ഇത്തവണ കൃഷി നടത്തുന്നത്. മാരക രോഗങ്ങൾ പരത്തുന്ന വിഷാംശം നിറഞ്ഞ പച്ചക്കറികൾ ഒഴിവാക്കി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കൂടി പൊന്നോണത്തോട്ടം കൊണ്ട് നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.